ഹായ് ഫ്രണ്ട്സ്, ഞാൻ നമ്മുടെ മേലത്തെ റൂമൊക്കെ ഒന്ന് അടിച്ച് വാരി വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. ഒന്ന് തുടക്കുകയും ചെയ്യണം. അപ്പം മൊത്തം ഒന്ന് വൃത്തിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. നല്ല പൊടിയാണ്, എന്താ പൊടി! കുറച്ച് വെയിലറിക്കുമ്പോഴത്തേക്ക് ഭയങ്കര പൊടിയാണ് കേട്ടോ. 2 ബെഡ്റൂമാണുള്ളത്, മോൻ്റെതും മോളതും റൂമാണ് രണ്ടും. അപ്പോൾ ഒന്ന് അടിച്ച് വാരി വൃത്തിയാക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു തലം മാത്രം വിടർന്നൊരു ചെമ്പന മുകുളമായി നീ എൻ്റെ മുന്നിൽ വന്നു, ഉള്ളി നോവിക്കാതെ ഞാൻ കാത്തു നിന്നു. ആ പാകമൊക്കെ അടിച്ചു വരി. ഇനി സാളയുണ്ട്. മൊത്തം പൊടിയാണ്, റോഡ് സൈഡായതുകൊണ്ട് നല്ല പൊടിയാണ്. ഇപ്പം ഏകദേശം അടിച്ചു വാരി കഴിയാറായി. കണ്ണൻ്റെ വിരിമാറിൽ മഴവില്ലിൻ മണിമാല, കണ്ണൻ്റെ നെഞ്ചിൽ ഞാൻ ചാർത്തിയ വനമാല. അങ്ങനെ നമ്മൾ ഇങ്ങേ ഭാഗത്തുള്ള റൂം. ഇത് മോളെ റൂമാണ്. അപ്പം ആരും വീട്ടിൽ മക്കളാരും ഇല്ലാത്തതുകൊണ്ട് എപ്പോഴെങ്കിലും അടിക്കാൻ തുടക്കമൊക്കെ ചെയ്യൂ. അപ്പം ഞാൻ കരുതി ഇന്നൊന്ന് അടിച്ചു വാരി തുടക്കാമെന്ന് വിചാരിച്ചു. അതിനിടയ്ക്ക് നമ്മുടെ മോളെ കലാവിരുതാണ്. ഈ ചുമരുമ്മലുള്ളത് കൊച്ചു കലാകാരിയാണ് അവൾ. അപ്പോൾ അവൾ കിടക്കുന്നിടത്ത് ഉറക്കത്തിൻ്റെ കുഞ്ഞുറങ്ങുന്നതിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ വരച്ച് വെച്ചു. അതാണ് നമ്മുടെ മോള്. വരച്ചത് ഇനിയും കുറേ ഉണ്ട്, സ്റ്റെയർ കേസിൻ്റെ സൈഡിലൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കാമെന്ന് വെച്ചാൽ മഴയുണ്ട്. ആ മഴ സമയത്ത് തുടച്ചാലൊട്ട് ആറുകയില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്തിരി വെയിൽ വന്നപ്പോൾ ഞാൻ തുടച്ചത്. അങ്ങനെ അടിച്ചു കൂട്ടി വാരിയെടുത്തു. പിന്നെ നമ്മൾ ബാക്കിലത്തെ വർക്ക് ഏരിയ, മേലത്തെ വർക്ക് ഏരിയയാണ്. ഇവിടെയാണ് വാഷിംഗ് മെഷീനൊക്കെ ഉള്ളത്. ഇവിടെ നിന്നാണ് നമ്മൾ അലക്കുകയൊക്കെ ചെയ്യുന്നത്. അലക്കുകയും മാറിയിടുകയും ഒക്കെ ചെയ്യുന്നത് ഇവിടെയാണ്. മേലത്തെ ബാക്കിലത്തെ കൊലയാണ് ഇത്. അപ്പോൾ ഒന്ന് പുറത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. നിലവിൻ്റെ കായലിൽ നിലയില്ല കായലിൽ കനവിൻ്റെ സുന്ദരക്കളിയോടും, ഓരോ കനവിൻ്റെ ചന്ദനക്കളിയോടും, കളിവെള്ളമെന്തേ പോവാത്തോ കായലിനക്കരെ പോവേണ്ടേ. നമ്മുടെ വാഴ കൊലച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ കാണുന്നുണ്ടോ എന്നറിയില്ല. അതിൻ്റെ സൈഡിൽ നമ്മളെ വാഴയുണ്ട്, കൊലച്ച് നിൽക്കുന്നു. ഈ ഒരു പ്ലാസ്റ്റിക് മാച്ചിൽ വാങ്ങിയപ്പോൾ അത് കഴുകിയെടുക്കാമെന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോൾ ആ പ്ലാസ്റ്റിക്കിൻ്റെ മേലെ മുടിയും പിന്നെ വണ്ണാമ്പിലയും ഒക്കെ അതിൽ കുടുങ്ങി നിൽക്കുക. അത് കൈകൊണ്ട് പറിച്ചെടുക്കണം. കായലിൽ നിലയില്ല കായലിൽ കനവിൻ്റെ സുന്ദരക്കളിയോടും, ഓരോ കനവിൻ്റെ ചന്ദനക്കളിയോടും, കളിവെള്ളമെന്ത്. അപ്പോൾ സ്റ്റെപ്പൊക്കെ അടിക്കുകയാണ്. മേലെ നിന്ന് അടിക്കുമ്പോൾ പൊടി എന്താണ്, സ്റ്റെപ്പ് താഴെ വരെ പൊടിയാണ്.
എൻ്റെ മോള് വരച്ചത് ഇതൊക്കെ. അങ്ങനെ സൈഡിലൊക്കെ സാരിയൊക്കെ ആറാതാകുമ്പം കമ്പിമേലൊക്കെ കൊണ്ടുപോയിടും. നമ്മൾ സ്റ്റെയർകേസിൻ്റെ കമ്പിമേൽ അങ്ങനെ കൊണ്ടുപോയിട്ടതാണ് അത്. പിന്നെ ചെറിയൊരു ഫ്ലവർ വേസ് ഉണ്ടായിരുന്നു, മോള് വരച്ചതാണിതൊക്കെ. ഒരു കൊച്ചു കലാകാരിയാണ്, മോനും നല്ല കലാകാരനാണ്. അപ്പോൾ ഒരു ആനയുടെ നെറ്റിപ്പട്ടമൊക്കെ വെച്ചു. ഇത് പുറത്തെ നമ്മളെ മുമ്പിലുള്ള കോലായിയാണ്, അതിൽ നിന്നുള്ള കാഴ്ചയാണിതൊക്കെ. കണ്ടു കണ്ടു കണ്ടില്ല, കേട്ടു കേട്ടു കേട്ടില്ല, കൊച്ചു പൂമ്പൊടിയായി പൂമഴയായി പൊന്നോമനക്കിന്നാരം, കൊച്ചു പൂമ്പൊടിയായി പൂമഴയായി പൊന്നോമനക്കിന്നാരം. അപ്പം നമുക്കൊന്ന് തുടക്കാമെന്ന് വിചാരിച്ചു. തുടക്കുമ്പോഴത്തേക്ക് ഇതെന്താ ഒരു കോലായി തുടക്കുമ്പോഴത്തേക്ക് തന്നെ വെള്ളം അങ്ങനെ അങ്ങ് ചീത്തയാവും. വീണ്ടും വെള്ളം എടുത്ത് തുടക്കണം. റോഡ് സൈഡിലായതുകൊണ്ട് പൊടിയാണ്, നല്ല പൊടിയാണ്. നമ്മൾ ഈ നടത്തത്തിന് സമമാണ് ഈ മേലത്തെ ഭാഗം തുടച്ചെടുക്കുക. ഓക്കെ, മേലേന്ന് കാണുന്നതാണ് നമ്മളെ മുറ്റം. സൂര്യകാന്തി സൂര്യകാന്തി സ്വപ്നം കാണുവതാരെ, സൂര്യകാന്തി സൂര്യകാന്തി സ്വപ്നം കാണുവതാരെ. സൂര്യകാന്തി സൂര്യകാന്തി സ്വപ്നം കാണുവതാരെ. അങ്ങനെ നമ്മൾ മോൻ്റെ റൂമും തുടച്ച് വൃത്തിയാക്കി കഴിയാറായി. നിലവിൻ്റെ കായലിൽ നിലയില്ല കായലിൽ കനവിൻ്റെ സുന്ദര കളിയോടം. മക്കളൊക്കെ വന്നാലാണ് അത് വൃത്തിയാവും, അല്ലാതെ നമ്മൾ അടച്ചിടുന്നതല്ലേ. റൂമെല്ലാം അടച്ചിടുന്നതുകൊണ്ട് നല്ല പൊടിയാണ്. കൂട്ടി നീളം കിളി കുഞ്ഞാറ്റക്കിളി കൂടും തുറന്നിങ്ങ് പോരാമോ, കൂട്ടി നീളം കിളി കുഞ്ഞാറ്റക്കിളി കൂടും തുറന്നിങ്ങ് പോരൂല. അങ്ങനെ നമ്മൾ അകമൊക്കെ തുടച്ചിങ്ങനെ വൃത്തിയാക്കി എടുക്കുക. ഇനി ഒരാഴ്ച കഴിഞ്ഞാലേ ഞാൻ തുടക്കുക കേട്ടോ. എന്താണെന്ന് വെച്ചാൽ എപ്പോഴും തുടക്കാനൊന്നും പറ്റില്ല. മക്കൾ വന്നാൽ പിന്നെ അപ്പോൾ കുറച്ച് 2 ദിവസം കൂടുമ്പോൾ 3 ദിവസം കൂടുമ്പോൾ ഒക്കെ തുടക്കും. അപ്പോൾ വൃത്തികേടാകുന്ന എങ്ങനെയാണ് അതുപോലെ തുടക്കും. സൂര്യകാന്തി സൂര്യകാന്തി സ്വപ്നം കാണുവതാരെ. ഇതാണ് നമ്മൾ ഒരു അരമണിക്കൂറെടുത്ത് ജോലി ചെയ്ത് പെട്ടെന്ന് കഴിയും. പക്ഷെങ്കിൽ എപ്പോഴും തുടക്കാത്തത് കൊണ്ട് നല്ല വൃത്തികേടായിരിക്കും. അഴുക്കും വണ്ണാമ്പിലയും ഒന്നും പറയണ്ട. കുട്ടി നീളം കിളി കുഞ്ഞാറ്റക്കിളി കൂടും തുറന്നു കൂടാൻ.
ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ കണ്ട് നിങ്ങൾക്ക് സബ്ബും ലൈക്കും തരണേ കൂട്ടുകാരെ.